ദൈവത്തിന് മഹത്വം. സങ്കീർത്തനങ്ങൾ 109:28. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. വേദ പുസ്തകത്തിൽ ദ്വൈത ആശയങ്ങൾ ലഭിക്കുന്ന നിലയിൽ ചില സന്ദേശങ്ങൾ കൈമാറുന്നു. തിന്മയെന്നും നന്മയും, വെളിച്ചം ഇരുൾ, മരണം ജീവൻ, ശാപം അനുഗ്രഹം എന്നിങ്ങനെ ആ ആശയങ്ങൾ നമുക്ക് നൽകപ്പെടുകയാണ്. ദൈവവചനത്തിൽ അനുഗ്രഹത്തിന് വളരെ പ്രസക്തി നൽകിയിട്ടുണ്ട്. പോസിറ്റീവ് എനർജി നൽകുന്ന ക്രിയാത്മകമായ ആശയങ്ങളും ലക്ഷ്യബോധവും നൽകുന്ന സന്ദേശങ്ങൾ ദൈവവചനത്തിൽ അവിടെയിടങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അധികം ധൈര്യം നൽകുകയും മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ശക്തി പകരുകയും ചെയ്യുന്നതാണ്. ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശപിക്കുന്ന ഒഴുവറ്റം ആളുകൾ ശാപവാക്കുകളുമായി നിൽക്കുകയാണ്. ദാവീദ് രാജാവ് ബെഹ്രൂമിൽ എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിലുള്ള ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ ദാവീദിനെ നോക്കി ശപിക്കുവാൻ തുടങ്ങി. ദാവീദിനെ നോക്കി പ്രാകുവാൻ തുടങ്ങി. അവൻ ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. ദാവീദ് വളരെ ക്ഷീണിച്ചു. ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട് പകരം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ദാവീദ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ദൈവം അവനെ ശപിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു, അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ശപിക്കട്ടെ, അവനെ വിടുവിൻ. ദാവീദിൻ്റെ തത്വം വളരെ ആശ്ചര്യമുളവാക്കുന്നതാണ്. അർത്ഥാൽ എൻ്റെ അനുഗ്രഹത്തിന് ചിലരെ ശപിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവികമാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. യാതൊരു ദോഷവും യാതൊരു ദ്രോഹവും ചെയ്യാതെ മനഃപൂർവമായി ശപിക്കുകയും പ്രാകുകയും ദൂഷണം പറയുകയും ചെയ്യുന്നത് പൈശാചികം എന്ന് അല്ലാതെ പറയുവാൻ മറ്റെന്താണ് കഴിയുന്നത്? ദാവീദ് താൻ പറയുന്നു, എനിക്ക് ശാപത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയുന്നുണ്ട്, പക്ഷെ ദൈവം അനുവദിക്കാതെ അതവന് പറയുവാൻ കഴിയില്ല. അവൻ്റെ ശാപത്തിൻ്റെ വാക്കുകൾ നിമിത്തം എന്നെ ദൈവം അനുഗ്രഹിക്കും, അത് എനിക്ക് സന്തോഷമാകും. ഇന്നത്തെ ദിവസം അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ എന്ന ദാവീദിൻ്റെ പ്രാർത്ഥന നമുക്ക് അധികം ശക്തി നൽകുന്നതാണ്. നിന്ദകളും പരിഹാസങ്ങളും വിമർശനങ്ങളും വിധിയെഴുത്തുകളും അതിർവരമ്പുകളും കൽപ്പിക്കുന്ന സാധാരണ മനുഷ്യരുടെ നടുവിൽ അവർ അത് ചെയ്യുമ്പോൾ മറുഭാഗത്ത്
ദൈവം ചില അനുഗ്രഹങ്ങൾ കൈമാറുന്നു. യുവർ കേഴ്സ് ടേൺസ് ആസ് യുവർ ബ്ലെസ്സിങ്സ്. കർത്താവെ, ഈ ദിവസം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാപവും, എല്ലാ ദോഷങ്ങളും, എല്ലാ വിധിയെഴുത്തുകളും, എല്ലാ അപഹാസ്യ വാക്കുകളും ഇന്ന് തൻ്റെ ജനത്തിന് അനുഗ്രഹമായി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.